പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ നിഴൽ എന്ന ചാനലിലേക്ക് സ്വാഗതം. ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥ രാജപുത്രിയുടെ അത്ഭുതം നിറഞ്ഞ ചോദ്യം, ഗുൽസനോബർ കഥ. സനോബർ രാജാവും രാജകുമാരനും ആത്മാർത്ഥ സുഹൃത്തുക്കളാകാൻ അധികം നാളുകൾ വേണ്ടി വന്നില്ല. രാജകുമാരൻ്റെ ഹൃദ്യമായ പെരുമാറ്റവും വിനയാന്വിതമായ സംഭാഷണവുമാണ് രാജാവിനെ അത്യധികം ആകർഷിച്ചത്. അങ്ങനെ തൻ്റെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്തിനെ പോലെ കരുതി സനോബർ രാജാവ് രാജകുമാരനുമായി ഇടപഴകി. എന്നാൽ രാജകുമാരന് ഒട്ടും മാനസികമായി സംതൃപ്തി ഉണ്ടായിരുന്നില്ല. ഇവിടെ ആഹാരവും കഴിച്ച് സുഖിച്ചു കഴിയാനല്ല താൻ വന്നിരിക്കുന്നത്. തൻ്റെ മുന്നിൽ മഹത്തായൊരു ലക്ഷ്യമുണ്ട്. അത് നിറവേറ്റാതെ ഇവിടെ നിന്ന് തിരിച്ചു പോകാനാവില്ല. ഇപ്പോൾ രാജാവിന് തന്നോട് അളവറ്റ പ്രീതിയുണ്ട്. അത് മുതലെടുക്കുക തന്നെ. ഒരു ദിവസം സനോബർ രാജാവ് രാജകുമാരനെ രാജസദസ്സിലും മറ്റെവിടെയും കണ്ടില്ല. ഇതെന്തു പറ്റി? ഒരു ദിവസമെങ്കിലും അയാൾ തൻ്റെ അടുക്കൽ വരാതിരിക്കാറില്ല എന്ന് കരുതി രാജാവ് നേരിട്ട് തന്നെ അയാളുടെ മുറിയിൽ ചെന്നു. അപ്പോൾ വിഷാദവദനായി കുളിക്കാതെയും മുടി ചീകാതെയും വസ്ത്രം മാറ്റാതെയും ഇരിക്കുന്ന കുമാരനെയാണ് കണ്ടത്. ഇതെന്തു പറ്റി? താങ്കൾക്ക് വല്ല അസുഖവും? അത് കേട്ട് രാജകുമാരൻ മിണ്ടിയില്ല, ഒന്നും ഉരുവിയാടിയില്ല. താങ്കളുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഏതു പ്രശ്നമുണ്ടെങ്കിലും എന്നോട് പറയൂ, ഞാൻ നിറവേറ്റിത്തരാം. അല്ലെങ്കിലും താങ്കൾക്ക് എന്തെങ്കിലുമൊന്ന് ചെയ്തു തരാൻ ഞാൻ ആഗ്രഹിക്കുകയായിരുന്നു. ഇത് തന്നെ സന്ദർഭമെന്ന് മനസ്സിൽ ഉറച്ചുകൊണ്ട് രാജകുമാരൻ ഇപ്രകാരം പറഞ്ഞു. അല്ലയോ മഹാരാജാവേ, ഒരു ചോദ്യത്തിൻ്റെ ഉത്തരവും തേടിയാണ് കടലുകൾ താണ്ടി ഇത്രയും കഷ്ടപ്പെട്ട് ഞാനിവിടെ എത്തിച്ചേർന്നത്. അതിന് ഉത്തരം ലഭിക്കാതെ എൻ്റെ മാനസിക അസ്വസ്ഥം നീങ്ങുകയില്ല. ചോദ്യമോ? എന്താണ്? ഗുൽ എന്ന സ്ത്രീ സനോബർ രാജാവിനോട് എന്തു ചെയ്തു? ഈ ചോദ്യം കേട്ടതും രാജാവിൻ്റെ മുഖം വിവർണമായതും ഒരുമിച്ചായിരുന്നു. പിന്നീട് അതുവരെ കണ്ട സനോബർ രാജാവിനെയല്ല കുമാരൻ കണ്ടത്. ദേഷ്യത്താൽ രക്തം കവിളിലേക്ക് ഇരച്ചു കയറി. പല്ലുകൾ ഞെരിച്ചുകൊണ്ട് രാജാവ് പറഞ്ഞു, ഈ ചോദ്യം ഈ രാജ്യത്ത് ഒരാളും ചോദിക്കരുതെന്ന് വിലക്കിയിരിക്കുന്നു. ആരെങ്കിലും അതിനു ധൈര്യപ്പെട്ടാൽ അയാളെ 2 പൊളിയാക്കണമെന്ന് നാം കൽപ്പിച്ചിരിക്കുന്നു. തന്നോടുള്ള ഇഷ്ടം കൊണ്ട് ഞാനിപ്പോഴൊന്നും ചെയ്യുന്നില്ല. മേലിൽ ഇതാവർത്തിച്ചാൽ ഇതിൻ്റെ ഫലം അപ്പോൾ തന്നെ എന്നോർത്തു കൊള്ളുക. രാജാവ് ഒരു കൊടുങ്കാറ്റ് പോലെ അവിടെ നിന്ന് നടന്നു നീങ്ങി. ഇതെന്തു കഥ? ആ ചോദ്യം ചോദിച്ചാൽ മരണമായിരിക്കും സ്ഥിതിയെന്നോ? പിന്നെ എന്തിന് ഇത്രയും ത്യാഗം സഹിച്ച് ഇവിടെ എത്തിച്ചേർന്നു? ഇല്ല, ഇതിൽ നിന്ന് പിന്തിരിയുന്ന പ്രശ്നമില്ല. എങ്ങനെയെങ്കിലും ഞാൻ ഈ രഹസ്യം കണ്ടുപിടിക്കും, തീർച്ച. ദിവസങ്ങൾ വീണ്ടും പലതും കഴിഞ്ഞു. ആയിടെ ഒരു നാടക സംഘം രാജകൊട്ടാരത്തിലെത്തി. അവരുടെ ആട്ടവും പാട്ടും രാജാവിനെയും കൊട്ടാര സ്ത്രീകളെയും പ്രജകളെയും അളവറ്റ് സന്തോഷിപ്പിച്ചു. ആ സന്ദർഭത്തിൽ അവരുടെ കയ്യിൽ നിന്നും ഒരു വീണ വാങ്ങി രാജകുമാരൻ മനോഹരമായ ഒരു ഗാനം ആലപിച്ചു. കേട്ടു നിന്നവരുടെ എല്ലാം കണ്ണുകളിൽ നിന്ന് ആനന്ദാശ്രുക്കൾ പൊഴിഞ്ഞു. അത്ര കണ്ട് മധുരമനോഹരമായിരുന്നു ആ സംഗീതം. രാജാവിനും കുമാരനുമിടയിലുള്ള പ്രീതി 10 മടങ്ങ് വർദ്ധിച്ചു. രാജകുമാരനെ കൈക്ക് പിടിച്ച് തൻ്റെ സിംഹാസനത്തിൻ്റെ അരികിലിരുത്തിക്കൊണ്ട് സനോബർ രാജാവ് പറഞ്ഞു, നിനക്ക് എന്ത് സമ്മാനമാണ് ഞാൻ തരേണ്ടത്? പറയൂ, കേൾക്കട്ടെ. മഹാരാജാവേ, ഒരു പാരിതോഷികവും എനിക്ക് ആവശ്യമില്ല. ഗുൽ സനോബർ രാജാവിനോട് എന്തു ചെയ്തു? ഈ ചോദ്യത്തിന് ഉത്തരം മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങേക്ക് മാത്രമേ ഇക്കാര്യത്തിൽ എന്നെ സഹായിക്കാൻ കഴിയൂ. നിനക്ക് അത്ര നിർബന്ധമാണെങ്കിൽ ഞാനത് പറയാം. അല്പം ക്ഷമിക്കൂ. രാജാവ് തൻ്റെ മന്ത്രിയെ വിളിപ്പിച്ചു എന്തോ അടക്കം പറഞ്ഞു.